ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. ആദ്യമായിട്ട് തന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നു, നമ്മൾ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഇന്ന് പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ കാര്യത്തിന് ആദ്യം തന്നെ പറയാം കേട്ടോ. നമ്മൾ ഇന്ന് മുതൽ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ നമ്മൾ എല്ലാ ദിവസവും 2 വീഡിയോസ് വെച്ച് ഇടുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ 15 ഡേയ്സ് കൂടുമ്പോൾ മാസത്തിൽ 2 നറുക്കെടുപ്പായിരിക്കും ഉണ്ടാവുക. 15 ദിവസം കൂടുമ്പോൾ ആദ്യത്തേത് 3 പേർക്ക് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഇതിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യുകയും ചെയ്തിട്ട് നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരണം. നമ്മുടെ ഈ നമ്പറിൽ 3 നമ്പർ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തരിക. അപ്പൊ അതിൽ നിന്ന് 3 പേർക്കാണ് 15 ദിവസം കൂടുമ്പോൾ, അതായത് ഒരു മാസം 2 പ്രാവശ്യം നറുക്കെടുപ്പ് ഉണ്ടാവും 15 ദിവസം കൂടുമ്പോൾ. അപ്പൊ അതിലേക്ക് ഇങ്ങനെ അയച്ചു തരുന്ന എല്ലാവരിൽ നിന്ന് നമ്മൾ നറുക്കെടുത്ത് 3 പേർക്കായിരിക്കും ഗിഫ്റ്റ് അയച്ചു തരുന്നത് കേട്ടോ. അപ്പൊ അതാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഒരു ദിവസം 2 വീഡിയോ വെച്ചിരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2 വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതുപോലെ എല്ലാം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എത്ര പ്രാവശ്യം നിങ്ങൾ ചെയ്യുന്നു അത്രയും പ്രാവശ്യം നിങ്ങളുടെ പേര് അതിലേക്ക് പോകും. 15 പ്രാവശ്യം 30 ആവുകയാണെങ്കിൽ നിങ്ങൾ 30 പ്രാവശ്യം അതിന്റെ വീഡിയോ ആ ഒരു പേര് നിങ്ങളുടെ പേര് അതിൽ വരും. 30 കറക്റ്റ് ആയിട്ട് വരില്ല, കാരണം സൺഡേ നമ്മൾ ഒരു വീഡിയോ ഇടുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നതോടെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നു അത്രയും പ്രാവശ്യം നമ്മളത് നിങ്ങളുടെ പേര് അതിലേക്ക് വരും. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ പ്രൊസീജിയർ. അപ്പൊ മാക്സിമം എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവരോടും ഒന്ന്, അറിയത്തില്ലാത്ത എല്ലാവർക്കും ഒന്ന് പറയുകയാണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് വേഗം ഇന്നത്തെ കളക്ഷൻസ് കാണാം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ക്രേപ്പ് സിൽക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. അതുപോലെ ഒരു കാര്യം വിട്ടുപോയത്, നമുക്ക് ഈ കൂടെ തന്നെ പർച്ചേസ് ചെയ്യുന്നവരുടെയും ഈ ലോട്ടിലേക്ക് ഈ ദിവസങ്ങളിലല്ല, ഈ 15 ഡേയ്സ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഈ ഒരു ഇത് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതിന്റെ കൂടെ അവരുടെ പേരും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഒരു വീഡിയോ ഒരു പ്രാവശ്യം ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു സെയിം വീഡിയോയുടെ തന്നെ കുറെ പ്രാവശ്യം കമന്റ് ഇടാൻ അങ്ങനെയല്ല പറ്റും. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു വീഡിയോ ഒരു ദിവസം നമ്മൾ 2 വീഡിയോ ഇടുന്നുണ്ട്. ആ 2 വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ അല്ല, നല്ല ഭംഗിയുള്ള നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. മെറ്റീരിയൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രേപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇതിൽ ഇതുപോലെ സെന്റർ പോർഷൻ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആണ്. നല്ല ആ സെന്ററിലേക്ക് മാത്രം മേലെ തൊട്ട് താഴെ വരെ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്, ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെ. സൈഡ്സിലേക്ക് നമ്മുടെ ഇതുപോലെ ബാട്ടി പ്രിന്റുകൾ പോലെയുള്ള ഒരു പ്രിന്റുകൾ തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല രസമാണ്. നിങ്ങൾക്കറിയാം ക്രേപ്പ് ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഈ ഒരു ക്ലൈമറ്റിലൊക്കെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിരിക്കും. നല്ലപോലെ ഒതുങ്ങി നല്ല രസമായിട്ട് കിടന്നോളും. എല്ലാവർക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരു ഫാബ്രിക്കും കൂടിയാണ് വരുന്നത്. സെന്ററിലേക്ക് മാത്രം ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ബാക്കി പോർഷൻസിലെല്ലാം ഇതുപോലെ ആ ഒരു പ്രിന്റുകളാണ് പോകുന്നത്. ഒരു വൈറ്റ് കളറിൽ പ്രിന്റുകളാണ് പോകുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന പ്രിന്റുകൾ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടാണ് കേട്ടോ. ഇത്രയും ഹെവി ആയിട്ടല്ല വരുന്നത്. ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടാണ് ആ ഒരു പ്രിന്റുകൾ പോകുന്നത്. ടോപ്പിന് നമുക്ക് ലെങ്ത് വരുന്നത് 49-50 നമുക്ക് ലെങ്ത് വരുന്നുണ്ട്. നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ ഷോൾ വരുന്നത് ഇതുപോലെയാണ്. ഷോളിലേക്കും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബാട്ടിക്കിന്റെ ബോർഡർ വരുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് നമുക്ക് ആ ഒരു ടോപ്പിന്റെ ബാക്ക് സൈഡിൽ വരുന്ന ആ ഒരു സെയിം പ്രിന്റുകൾ തന്നെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. ഷോളിന്റെ എൻഡ് ഭാഗത്തേക്ക് വരുമ്പോൾ ടോപ്പിൽ വരുന്ന ആ ഒരു പ്രിന്റുകളും ആഡ് ചെയ്തിട്ടുണ്ട്. ഹെവി ആയിട്ട് തന്നെ പ്രിന്റുകൾ വരുന്നുണ്ട്. ഇതും ക്രേപ്പ് തന്നെയാണ് ഷോളും മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ബോട്ടം വരുന്ന ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് ഇതാ ഇങ്ങനെ. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1715 ആണ്. അടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു പിങ്കിഷ് പീച്ച് കളറിലേക്കാണ്. ഇതാണ് അതിന്റെ ആ ഒരു സെന്ററിൽ വരുന്ന ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. പിങ്കിലേക്ക് തന്നെ വേണം വരുന്നത്. സൈഡ്സിലേക്ക് ബാക്കി പോർഷനിലേക്കാണ് പ്രിന്റുകൾ വരുന്നത്. സെന്ററിൽ ഇതുപോലെ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് പോകുന്നത്. ഇങ്ങനെ നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാണ്, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇതുപോലെ ഇതാണ് ബാക്ക് സൈഡിലേക്ക് വരുന്ന ആ ഒരു പ്രിന്റുകൾ. നല്ല ഭംഗിയുള്ള എല്ലാവർക്കും ഒക്കെ മാച്ച് ആവുന്ന ഷെയ്ഡും കൂടിയാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. ഇതാണ് ഷോൾ വരുന്നത്. ഷോളിന്റെ ലെങ്ത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. 2.5 മീറ്റർ ഷോളിന്റെ ലെങ്ത്, 2.5 എബോവ് വരുന്നുണ്ട് കേട്ടോ. ഷോളിന് ലെങ്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകളോട് കൂടിയിട്ടാണ് വരുന്നത്. ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതിനകത്തും സെന്ററിലേക്ക് ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കും ബാക്കി പോർഷനിലേക്ക് പ്രിന്റുകളുമാണ് വരുന്നത്. നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ ഇങ്ങനെ. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ബോർഡറും ഹെവി ആയിട്ട് തന്നെ ഒരു ബാട്ടി പ്രിന്റുകളും വരുന്നുണ്ട്. ബോട്ടം വരുന്നത് ഇങ്ങനെ സെയിം ടോണിലേക്ക് തന്നെയാണ് കേട്ടോ. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിലേക്കാണ്. നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ. ഷോള് വരുന്നത് ഇതുപോലെ.
ഇതാണ് ഷോള് വരുന്നത്. ബോട്ടം വരുന്നത് ഇങ്ങനെ. പ്രൈസ് സെയിം ആണ്. അടുത്ത നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതിനകത്തേക്ക് വരുന്നത്. ഇതിനകത്തേക്ക് ഇതുപോലെ ഈ ഫ്ലവറിന്റെ മേലെയായിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കാന്താ സ്റ്റിച്ച് എംബ്രോയിഡറിയും കൂടെ പോകുന്നുണ്ട്. ഹാൻഡ് എംബ്രോയിഡറി ആണ് പോകുന്നത്. അത് ആ ഒരു സെന്ററിലേക്കും അതുപോലെ തന്നെ ഈ ഒരു എൻഡിലേക്ക് ഈ രണ്ട് സൈഡിലേക്കും ആ ഒരു താഴെ വരെ മേലെ തൊട്ട് താഴെ വരെ ആ ഒരു സ്റ്റിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജസ്റ്റ് പ്രിന്റുകൾ മാത്രമല്ല അതൊരു ഹാൻഡ് എംബ്രോയിഡറി കൂടെ ചെയ്തിട്ട് വരുന്ന ഒരു സെറ്റാണ് ഇത് വരുന്നത്. അതുപോലെ സൈഡ്സിലേക്ക് ഇതുപോലെ ബാറ്റിക് പ്രിന്റുകളാണ് വരുന്നത്. കളർ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതാണ് അതിന്റെ ഫ്രണ്ടിലെ ഒരു പാറ്റേൺ, ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ഷോള് വരുന്നത് ഇങ്ങനെ. എല്ലാം ക്രേപ്പ് തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതാണ് ഷോള് വരുന്നത്. രണ്ട് സൈഡിലേക്കും ബോർഡർ വരുന്നുണ്ട്. ഇതുപോലെ പ്രിന്റുകൾ വരുന്നുണ്ട്. ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെ. ഇതിന്റെ പ്രൈസ് വരുന്നത് 1765 ആണ് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതിനകത്ത് ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് ആ ഒരു കാന്താ സ്റ്റിച്ച് എംബ്രോയിഡറി വന്നേക്കുന്നത്. സൈഡ്സിലേക്കും നല്ല ബോർഡർ പോലെ രണ്ട് സൈഡിലേക്കും ആ ഒരു സ്റ്റിച്ച് പോകുന്നുണ്ട്. സൈഡ്സിലേക്ക് ഇതുപോലെ വൈറ്റ് കളറിന്റെ ബാറ്റിക് പ്രിന്റുകളാണ് പോകുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. ഇതാണ് ഷോള് വരുന്നത്. രണ്ട് സൈഡിലും ഹെവി ആയിട്ടുള്ള ആ ഒരു ബാറ്റിക് പ്രിന്റുകൾ പോകുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലേക്കും അങ്ങനെ വരുന്നുണ്ട്. ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെ. അടുത്ത നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ്. ഒലിവ് ഗ്രീൻ്റെ ഇങ്ങനെ ഡാർക്കർ ആയിട്ടുള്ള ഇരുണ്ട കളറല്ല, നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. ഇതിനകത്ത് കോമ്പിനേഷൻ കൊടുക്കുന്ന ആ ഒരു സ്റ്റിച്ച് വരുന്നത് പീച്ച് കളറിലേക്കാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ. ഷോള് വരുന്നത് ഇങ്ങനെ. ഇതാണ് ഷോള് വരുന്നത്. ക്രേപ്പ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ബോട്ടം വരുന്നത് ഇതുപോലെ. ഇതിന്റെ പ്രൈസ് സെയിം തന്നെയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ്. നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. പറ്റുന്നവർക്കൊക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആരും ഗിവ് അവേയുടെ കാര്യം മറക്കണ്ട. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് നിങ്ങളുടെ എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരോടും ഒന്ന് പറയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.